ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിതവിടെ സുഖമായിരിക്കുന്നു. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അഡീനിയം എങ്ങനെയാണ് പ്രൂണിങ് ചെയ്യാൻ നോക്കാം. എൻ്റെ കയ്യിലുള്ള ഈ പ്ലാന്റ്സ് പ്രൂണിങ് ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അതേപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ഫ്ലവേഴ്സ് കിട്ടുന്നുണ്ട്. മഴയില്ലാത്ത സമയത്താണ് നമ്മൾ പ്രൂണിങ് ചെയ്യുക. പിന്നെ പ്രൂണിങ് ചെയ്തതിന് ശേഷം നല്ല നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നത് നന്നായിരിക്കും. പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം തണലുള്ള സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരാഴ്ചയെങ്കിലും തണലുള്ള സൈഡിൽ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ഒരു തവണ പ്രൂണിങ് കഴിഞ്ഞത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ വർഷത്തിലൊരിക്കൽ ഇതുപോലെ പ്രൂണിങ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്ലവേഴ്സ് ലഭിക്കും. അതേപോലെ തന്നെ നല്ല ബോൺസായി ആയിട്ട് വളരുകയും ചെയ്യും. എൻ്റെ കയ്യിലിപ്പോൾ കൊമ്പ് കുത്തി പിടിപ്പിച്ച ചെടികളുണ്ട്, അതേപോലെ തന്നെ വിത്ത് മുളപ്പിച്ചെടുത്ത ചെടികളുണ്ട്. അപ്പോൾ അതിൽ വിത്ത് മുളപ്പിച്ചെടുത്ത ചെടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡെക്സ് അത്യാവശ്യം സൈസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ കൊമ്പ് കുത്തുന്നത് അത്ര സൈസ് ഉണ്ടാവില്ല. പിന്നെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക്, അതായത് വർഷത്തിലൊരിക്കൽ ഇതേപോലെ പ്രൂണിങ് ചെയ്യുകയാണെങ്കിൽ നല്ല സൈസായിട്ട് അതിൻ്റെ കോഡെക്സ് വരികയും ചെയ്യും. നല്ല ബോൺസായി ആയിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഞാൻ പ്രൂണിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഒരു തവണ ചെയ്തതിന് ശേഷമാണ് ഇതിപ്പോൾ 2 ബ്രാഞ്ചായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിന് വേണ്ടി ചെയ്യാനുള്ളത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കത്തിയാണ് കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിക്ക് ഡെറ്റോൾ വെച്ചിട്ടൊന്ന് കഴുകിയതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ബ്ലേഡാണോ കത്തിയാണോ എന്താ എടുക്കുന്നത് വെച്ചാൽ അത് ആദ്യം അണുവിമുക്തമാക്കണം, അതിന് ശേഷം യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇത് പ്രൂണിങ് ചെയ്തതിന് ശേഷം മഴയൊന്നും കൊള്ളാത്ത ഒരു തണലുള്ള സൈഡിലോട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ചെടികളെല്ലാം അത്യാവശ്യം ഫ്ലവറിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ള സ്ഥലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നല്ല റൂട്ട്സൊക്കെ വന്നിട്ട് സെറ്റായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇനിയിപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ചെടി ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു സൈഡിലാണ് കട്ടാക്കി കൊടുക്കുന്നത്. ഇതേപോലെ കട്ടാക്കിയതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ഈ കൊമ്പുകളൊക്കെ നല്ല രീതിക്ക് നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വീണ്ടും പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതും ഇതേപോലെ തന്നെ വർഷത്തിലൊരിക്കൽ പ്രൂണിങ് ചെയ്യുകയാണെങ്കിൽ നല്ല ബോൺസായി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ ഞാൻ ഇതേപോലെ പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് ശേഷം നല്ലൊരു ഫംഗിസൈഡ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന്, അതായത് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം ഒന്ന് കവറിങ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നനയ്ക്കുന്ന ടൈമിലോ അങ്ങനെ എന്തെങ്കിലും വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടി ചീത്തയായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രൂണിങ് ചെയ്തതിന് ശേഷം ഒരു 4-5 ദിവസമെങ്കിലും തണലുള്ള സൈഡിൽ മാറ്റി വെക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് സാഫാണ്, നല്ലൊരു ഫംഗിസൈഡാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് അതാണ് ഞാൻ ഒന്ന് കവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ വിത്ത് ഇട്ട് മുളപ്പിച്ചെടുത്ത പ്ലാന്റാണ്. അപ്പോൾ ഇത് അത്യാവശ്യം സൈസ് ഉണ്ട്. അപ്പോൾ ഒരൊറ്റ ബ്രാഞ്ച് മാത്രമേ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അത് നല്ല രീതിക്ക് തന്നെ വളർന്നു വന്നോളും. ഇനിയിപ്പോൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന സാഫാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിക്കൊന്ന് പ്ലാന്റ്സിന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ പ്ലാന്റ് നനയാണ്ട് ഇനിയിപ്പോൾ 1 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ നനയ്ക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഈ ഫംഗിസൈഡ് ഇല്ല എന്നാണെങ്കിൽ മെഴുകുതിരി യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സംഭവമാണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ടും ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അഡീനിയം പ്ലാന്റ്സ് നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ തന്നെ ഇതേപോലെ ചെറിയ പ്ലാന്റ്സൊക്കെ നമ്മൾ വർഷത്തിലൊരിക്കൽ പ്രൂണിങ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് വളരാനായിട്ട് സാധിക്കും. ഇനി ഞാൻ റൂട്ട്സ് ഒന്നും പൊട്ടാതെ ഈ പോട്ടി മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്കിനി ഇതിലോട്ട്
വേറെ കുറച്ചുകൂടെ പോട്ടിംഗ് മിക്സ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നൈട്രജൻ അടങ്ങിയിട്ടുള്ള പോട്ടിംഗ് മിക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചകിരിച്ചോറ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ കരിയില കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഞാനിവിടെ കരിയില കമ്പോസ്റ്റ് ഇല്ല, പകരം കരിയില ഞാൻ ചില സമയത്ത് നമ്മളിങ്ങനെ കത്തിച്ചെടുക്കുമല്ലോ, കരിയില മാത്രമാണ് കേട്ടോ പറയുന്നത്, പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ അത് കത്തിച്ചതിന് ശേഷമുള്ള ആ ഒരു ചാരുണ്ടല്ലോ, അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അത്യാവശ്യം നല്ല നൈട്രജനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന് മാത്രമല്ല മറ്റെല്ലാ പ്ലാന്റ്സിനും ഞാൻ ആ ഒരു കരിയില കത്തിച്ചിട്ടുള്ള ആ ഒരു സോയിൽ ചേർത്തതിന് ശേഷം നല്ലൊരു ഡിഫറൻറ്റ് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി സാധാ സോയിൽ ചേർക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ ആ കരിയില കത്തിച്ചിട്ടുള്ള ഏതായാലും സോയിൽ ഉണ്ട്, അപ്പോൾ അത് പോട്ടി മിക്സ് ആയിട്ട് ചേർക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പച്ചക്കറിക്കും പിന്നെ അതേപോലെ തന്നെ ചെടികൾക്കെല്ലാം കൊടുക്കുന്ന നല്ലൊരു അടിപൊളി ഗാർഡൻ മിക്സറാണ് കനകമീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിൽ ചാണകപ്പൊടി പിന്നെ അതേപോലെ തന്നെ കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കൊക്കെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നൈട്രജനൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം എന്ത് ചെയ്യുക, അത്യാവശ്യം വേണ്ട ക്വാണ്ടിറ്റിയിൽ സാധാ പോട്ടിംഗ് മിക്സ്, അതായത് സാധാ നമ്മൾ പോട്ടിംഗ് മിക്സിന് എടുക്കുന്ന സോയിൽ പിന്നെ അതേപോലെ മണലുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ മുട്ടത്തോട് ഉണ്ടെങ്കിൽ നല്ലതാണ്, അതിലൊക്കെ അത്യാവശ്യം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ കമ്പോസ്റ്റിൽ നല്ല അളവിൽ തന്നെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വളങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും പിന്നെ അതേപോലെ തന്നെ നല്ല രീതിക്ക് ഫ്ലവേഴ്സ് വരാനും നല്ല പുതിയ ബ്രാഞ്ചുകൾ വരാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ ഞാൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ കോഡെക്സ് അത്യാവശ്യം സൈസായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ നല്ല രീതിക്ക് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നനച്ചെടുക്കേണ്ടതുണ്ട്. നനച്ചെടുക്കാനായിട്ട് ഞാൻ സാഫ് കലക്കിയ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നല്ലതാണ് സാഫ് മിക്സാക്കിയുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഡെയിലി ഒന്നും ഒഴിച്ച് കൊടുക്കണമെന്നില്ല, ഒരു 2 ദിവസം ഇടവിട്ടിട്ട് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതിയാകും. പിന്നെ അതേപോലെ തന്നെ ഒരാഴ്ച എന്തായാലും ഈ പ്ലാന്റ്സൊക്കെ ഒരു തണലായുള്ള സൈഡിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രൂണിങ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ ഒരു സമയം, അതായത് നല്ല വെയിലുള്ള സമയമാണ്, ഈ ഒരു സമയം ചെടി പ്രൂണിങ് ചെയ്യുകയാണെങ്കിൽ മഴയില്ലാത്തത് കൊണ്ട് തന്നെ ചീത്തയാകാതെ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് അഡീനിയം പ്ലാന്റ്സ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതേപോലെ പ്രൂണിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന കമ്പുകളൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് നല്ല രീതിക്ക് അഡീനിയം പ്ലാന്റ്സ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.